താൻ പിന്നെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എന്നോട് പറയാറുന്ന എന്താ? അതിനുള്ള അവസരം ഉണ്ടായില്ല, ആവശ്യം വന്നില്ല. എന്തൊരു മാരണമാണ്. ദൈവഭാഗ്യത്തിന് അവനും അവളും തമ്മിൽ കണ്ടില്ല. ഞാൻ അപ്പൊ തന്നെ വണ്ടിയെടുത്ത് അവരെ പുറകെ പോന്നതാ. കുട്ടപ്പായി ഇപ്പൊ എവിടെ ഉണ്ട്? ആ ലേക്കിനടുത്ത് വെള്ളം അടിച്ചിരിപ്പുണ്ട്. വെള്ളത്തിന്റെ പുറത്ത് അവന്മാർ അമ്മണിയുടെ വീട് തപ്പി പോകാനും മതി. അവര് തമ്മിൽ കണ്ടുമുട്ടിയ മുതലാളിയുടെ കാര്യം അതോടെ തീർന്നു. അവന്റെ കുടുംബത്തിന്ന് അവന്റെ കൊച്ചിന് കൊടുത്ത മുതല് ഇന്ന് ഞാനല്ലയോ അനുഭവിക്കുന്നത്. അമ്മയും മോളും തന്തയും എല്ലാം കൂടി ഇപ്പൊ ഒന്നാവും. ഇതെന്റെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ്. ഞാൻ എന്തും ചെയ്യും. ഒന്നുകിൽ ആ പെണ്ണിനെ പിടിച്ച് തേവരെ ഏൽപ്പിക്കുക, അല്ലെങ്കിൽ ഇന്ന് രാത്രി തന്നെ ആ തേവരെ കൊല്ലുക. അതേടോ മൂന്നാമതൊരു മാർഗമില്ല. താനങ്ങോട്ട് മാറിക്കും, തന്നെ കാണണ്ട. പതുക്കെ പാലോണി പിടിച്ചോടാ. എന്നെ വിടറാ, എനിക്കൊരു കുഴപ്പമില്ല. ഞാൻ നടന്നു വെക്കുക. റോയമോനെ, നിന്റെ കാര്യം ഞാൻ ഏറ്റു. എനിക്കൊരു ആപത്ത് വന്നപ്പോ സഹായിക്കാൻ നാട്ടിൽ ഒരു മറ്റവനുമില്ലായിരുന്നു, നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോ നിനക്കൊരാപത്ത് വരുമ്പോ വന്നപ്പോ പണം കൊണ്ട് സഹായിക്കാൻ ഇപ്പൊ എന്നെ കൊണ്ട് വാങ്ങില്ല. ആ പെണ്ണിനെ തള്ളയും കൂടെ തൂക്കിയെടുത്ത് നിന്റെ മുമ്പിൽ ഇട്ട് തരാം. ഈ പിള്ളേരെല്ലാം കൂടെ കയറി പിടിച്ചോണ്ടാ അപ്പൊ അവളോ ഞാൻ ഒന്നും ചെയ്യായിരുന്നേ. അവളെ വീട്ടിൽ ചെന്ന് പൊക്കാനുള്ള ബലത്തിനാ വെള്ളവടി തുടങ്ങിയതേ. പക്ഷേ സംഗതി ഇത്തിരി ഓവറായിപ്പോയി. അല്ലെങ്കിൽ ഇന്ന് അല്ലടാ, ആ മത്തായി അവളെ ഇന്ന് ഇവിടെ കൊണ്ടുവരാന്നല്ലയോ പറഞ്ഞിരിക്കുന്നത്. ഇല്ലേലും നീ വിഷമിക്കണ്ട, നാളെ നേരം വെളുക്കട്ടെ. അല്ലെങ്കിൽ ഈ കള്ളം നിറങ്ങി ഞാനൊന്ന് കാലേ നിൽക്കാറാകട്ടെ. ഈ പാതിരാത്രിക്ക് തന്നെ ഞാൻ അവളെ പോക്കും. ഒരാവശ്യം പറയുമ്പോ ഇങ്ങനെയുണ്ട് ഒരു സദാചാരബോധം. കുലത്രിയൊന്നും അല്ലല്ലോ, തൊഴിൽ പറ്റത് തന്നെയല്ലേ. ഒന്നും സാരമില്ല, കുട്ടപ്പായി പോയി കിടക്ക്. നാളെ സംസാരിക്കാം. നിന്റെ ആ ഫ്രണ്ട് ഉണ്ടല്ലോ മത്തായി, അവൻ മഹാകള്ളക്കടുവറ പോന. അവൻ വിചാരിച്ച ഇതിന് വല്ല പഞ്ചം ഉണ്ടോടാ. തള്ളയും മോളും മത്തായും കൂടെ നിന്നെ പറ്റിക്കുവാ. അച്ചായോ, ബാക്കി നാളെ സംസാരിക്കാം. അല്ലേ അല്ലെങ്കിൽ ഇപ്പോ സംഗതി നടന്നില്ല നിലവയ്ക്ക്. ആ തേവരെ പിടിച്ച് നമുക്ക് രണ്ട് പൂശാം അല്ലേ. മുതല് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ മുതലും പലിശയും കൂടെ കിട്ടുമ്പോ കൊടുക്കും. അതിന് പെണ്ണ് കൂട്ടി കൊടുക്കണമെന്ന് പറഞ്ഞ എവിടെ ന്യായമൊന്നും നമ്മളെ പഠിപ്പിക്കണ്ട. ഞാൻ ആലോചിച്ചിട്ട് ഒരൊറ്റ മാർഗ്ഗമുള്ളൂ. അതെങ്ങനെ പിള്ളേരെ ഇവനെ തമ്മിൽ തെറ്റിക്കുക. ഒന്ന് ഫോൺ ചെയ്താൽ മതി, പണിക്കരും പോലീസൊക്കെ പറഞ്ഞെത്തും. ആ പന്ന റാസ്കൽ കുടയ്ക്കനാലുണ്ടെന്ന്. അപ്പോഴാ പിള്ളേരും അവന്മാരും കൂടെ തന്നെയുണ്ട്. പോലീസിന് വിവരം അറിയിച്ചാലും എന്തിന്? കേസിനെന്താ വിലവുള്ളത്? പിറ്റേ ദിവസം തന്നെ അവൻ ജാമ്യത്തിൽ ഇറങ്ങി നമ്മുടെ മുമ്പിൽ കൂടി നെഞ്ചു പിരിച്ച് നടക്കും. പെറിക്കുത്തരം മുറിപ്പത്തല് പല്ലി തോടെയുള്ള ഏതെങ്കിലും കൊക്കയിലേക്ക് വലിച്ചെറിയണം. നമ്മുടെ ആൾക്കാരെല്ലാം വിളിച്ചു, ഇപ്പൊ തന്നെ പുറപ്പെടണം. ശരി മുതലാളി. അമ്മേ, എന്റെ മോള് പേടിക്കണ്ട. ഈ നാട്ടുകാർ മുഴുവൻ നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ പോയി അയാളെ, എന്റെ അച്ഛൻ തന്നെയല്ലേ, ഞാൻ പോയി കാണാം. സ്വന്തം മോള് നേരിൽ വന്നാൽ ചിലപ്പോ നമ്മൾ ആരാണെന്ന് അറിഞ്ഞിട്ടില്ലെങ്കിലും നാട്ടുകാർ മുഴുവൻ അളയിരിക്കുക. இந்த 4 പശങ്ക് വിചാരിച്ച് ഏതാണ്ട് നടക്കുമാ? അതൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തോളാം. നീ പോയി വിളിച്ചോണ്ട് വാ. വന്നേ. രാജു സാർ, രാജു സാർ,
മുത്തു എന്താ മുത്തു? റോയ് സാറെ വിളിക്കുന്നു. എന്തിനാ? അതല്ല അപ്പുറം சொல்றேன். വേഗം വാങ്ങോ. ശീഘ്രം. പാലോണി അനിലേ അലക്സേ റോയ് ചായ വിളിക്കുന്നു. വാ. കേൾക്കുമ്പോഴാലോചിക്കണം ഞാൻ. അതാ പിള്ളേര് വരുന്നുണ്ട്. എന്താ റോയ് ചായ? എന്താ പ്രശ്നം? എന്തിനാ മടിക്കുന്നത് പറഞ്ഞു കൊടുത്താട്ടെ. ആരും വിഷമിക്കരുത്, ഭയപ്പെടുകയും ചെയ്യരുത്. പ്രായിക്കരെ അപ്പം മരിച്ചു. എപ്പോ? ഇന്ന് രാവിലെ. കുട്ടപ്പാച്ചൻ അറിഞ്ഞു? ഇല്ല. നിങ്ങൾ അങ്ങേയറ്റം നമ്പിയിരിക്കുന്ന കുട്ടപ്പായുടെ തനി കൊണം നിങ്ങൾക്കറിയില്ല. ഒന്ന് പറഞ്ഞു കൊടുത്താട്ടെ മുതലാളി. രാജു ഒന്നിങ്ങി വന്നേ. രാജു, എനിക്കിതിൽ ഇടപെടേണ്ട കാര്യമില്ല. എന്റെ അനിയന്മാരാകാനുള്ള പ്രായമേ നിങ്ങൾക്കുള്ളൂ. ആ സഹതാപം വെച്ച് പറയുകയാണ്. നിങ്ങൾ 4 പേരുമാണ് ഇപ്പൊ പ്രതികൾ. കുട്ടപ്പായുടെ പേര് കേസൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിൽ തന്നെ എന്തോ പ്രേരണ കുറ്റം, അത്രയേ ഉള്ളൂ. പോലീസ് നിങ്ങളെ തിരക്ക് ഇങ്ങോട്ട് പുറപ്പെട്ടിട്ടുണ്ട്. നാട്ടിൽ നിന്ന് ഒരാൾ ഫോണിൽ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞതാണ് ഈ കാര്യം. കുട്ടപ്പായ്ക്ക് ഈ കാര്യം നേരത്തെ അറിയാമായിരുന്നു. നിങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയാണ് സന്ധ്യയ്ക്ക് അവിടെ ആ പുലിവാലൊക്കെ ഉണ്ടാക്കിയത്. ചതിയാണ് കുഞ്ഞുങ്ങളെ ഇത്, ചതി. കെട്ടും പൊട്ടും തിരിയാത്ത പിഞ്ചു കുഞ്ഞുങ്ങളെ പിടിച്ച് കൊലപാതകികളാക്കിയിട്ട് പോയി കിടന്നുറങ്ങുന്നു, കണ്ടില്ലേ? അച്ഛനെങ്കിലും ചെയ്യൂ, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്കങ്ങ് വിശ്വാസമല്ലേ? പോയി കിടന്നുറങ്ങ്. നേരം എടുക്കുമ്പോ ബൂട്ടും തൊപ്പിയും കണി കാണാം. പിടി കിട്ടിയാ പിന്നെ ജീവപര്യന്ത കുറഞ്ഞ ശിക്ഷയില്ല, അറിയാമല്ലോ. ആ, എനിക്കെന്ത് കാര്യം? ഞാൻ അപ്പോഴേ മുതലാളിയോട് പറഞ്ഞതാ, യുവമാരോടൊന്നും പറഞ്ഞാൽ തലയെ കയറത്തില്ല എന്ന്. വളമത്തു രാജു, അല്ല പിന്നെ. ഈ പാതിരാത്രിക്ക് നമ്മളെ വിളിച്ചുണർത്തി ഇതുപോലൊരു കള്ളം പറഞ്ഞിട്ട് റോയിച്ചിന് എന്താ ഗുണം? ഇന്ന് രാവിലെ മുതൽ ഞാൻ ശ്രദ്ധിക്കുക, കുട്ടപ്പായച്ചാൻ ഫോണിന്റെ അടുത്തൊരു കറങ്ങി നടപ്പും, സ്വരം അടക്കി പിടിച്ച് ചില STD വിളികളും. ഇനിയിപ്പോ എന്താ ചെയ്യുക? ആ, നീ വാ റോയിച്ചായ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വൈകുന്നേരം പോലീസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ ഇനി അധികം താമസമില്ല. ഒരാള് വിചാരിച്ചാലേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. തേവർ, കുപ്പുസ്വാമി തേവർ. പക്ഷെ തേവർക്ക് വേണ്ടി നിങ്ങളും ചിലത് ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. റോയിച്ചായ, ഞങ്ങളെ ഇതിൽ നിന്നൊന്ന് രക്ഷിക്കണം. എന്താ ഇപ്പൊ ചെയ്യേണ്ടത്? വൈകുന്നേരം പോലീസ് അവിടുന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്താൻ ഇനി അധികം താമസമില്ല. ഒരാള് വിചാരിച്ചാലേ ഇനി നിങ്ങളെ രക്ഷിക്കാൻ കഴിയും. തേവർ, കുപ്പുസ്വാമി തേവർ. പക്ഷെ തേവർക്ക് വേണ്ടി നിങ്ങളും ചിലത് ചെയ്യേണ്ടി വരും. എന്ത് വേണമെങ്കിലും ചെയ്യാം. என்னது? ஊரே அவ வீட்டை சுத்தி காவலுக்கு நிக்குதா? அவ என்ன அவ்வளவு பெரிய ஆளா? ஏதோ அந்த பொண்ணு மேல ஒரு சின்ன ஆசை, அதை வச்சு 2 பேருமா என்ன ஏமாத்த பாக்குறீங்களா? பிச்சிரும் பிச்சு, ஜாக்கிரதை. മുതലാളി, സത്യം മരിച്ചുപോയ എന്റെ അപ്പനാണ് സത്യം. அப்பன் மரிச்சு போயല്ലോ, പിന്നെ എന്തടാ സത്യം? മുതലാളി, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. നമുക്ക് ആ പെണ്ണിനെ അവിടെ നിന്ന് കടത്തിക്കൊണ്ടുവരാൻ പറ്റില്ല. അത്രയ്ക്ക് മോശമാണ് അവിടുത്തെ സ്ഥിതി. അഥവാ ഇനി പറ്റിയെന്ന് വെച്ചാൽ തന്നെ വെട്ടും കുത്തും കൊലപാതകവും ഉണ്ടാവും. ഞങ്ങൾക്ക് പിന്നെ ഈ നാട്ടിൽ നിൽക്കാൻ ഒക്കില്ല. இந்த பொய் சொல்றவெல்லாம் என்கிட்ட வச்சுக்காத, அப்புறம் நடக்கிறதே வேற. സത്യമാണ് മുതലാളി. ഞങ്ങൾ നുണ പറഞ്ഞ ആ പിള്ളേരെ ഇളക്കി വിട്ടിട്ടുണ്ട്. അവരെന്തും ചെയ്ത് ആ പെണ്ണിനെ കൊണ്ടുവരും. ആ, പെണ്ണിനെയും കൊണ്ട് മുതലാളി രാത്രി തന്നെ സ്ഥലം വിട്ടോണം. എന്റെ ലോഡ്ജി വന്ന് ബഹളം ഉണ്ടാക്കിയതുകൊണ്ട് ഇനിയിപ്പൊ കേസ് വന്നാലും അത് അവന്മാരുടെ തലയിലിരിക്കും. டேய், நீங்க 2 பேரும் ஒண்ணா நம்பர் ஃப்ராடுன்னு எனக்கு தெரியும். இருந்தாலும் ஒரு தடவை நம்புறேன். விடியறதுக்குள்ள அந்த பொண்ணு என் இடத்துக்கு வந்தாகணும். இல்ல 2 பேரையும் வெட்டிடுவேன். தேவரை பத்தி தெரியல, ஜாக்கிரதை. டேய், உனக்கு சேர்த்து தான்டா சொல்றேன். பனைமரம் மாதிரி நிக்கிறான் பார். നീ പോയി കാറിനകത്തിരിക്കുന്ന പെട്രോൾ എടുത്തോളൂ.
ശബ്ദം കേൾക്കുന്നു. അവന്മാരെ കാണുന്നില്ലല്ലോ മത്തായി. அந்த பொண்ணு இழுத்துட்டு வரனே நம்ம பசங்க வீராப்பா போனானுங்களே, எங்கடா அவனுங்களை இன்னும் காணோம்? மறுபடியும் என்ன ஏமாத்தலான்னு பாக்குறீங்களா? ആ പിള്ളേർ അവളെ കൊണ്ടുവരാതിരിക്കില്ല മുതലാളി. അത് അവന്മാരാണ് തോന്നുന്നു. ஆஹா, வந்தாச்சா? வேலை கூட்டு போங்கடா. അയ്യോ അച്ഛാ, ഇവിടെ നിർത്തിയാൽ അവിടെ ആ കൂടെ പ്രശ്നമായിരിക്കുക മുതലാളി. டேய், நிறுத்துடா. ரொம்ப நாள் ஆசை. வேலை கூட்டு போங்கடா. ഇവിടെ പുറത്തു നിർത്തണ്ട, മുകളിലോട്ട് കൊണ്ടുപോ. ആരാ രാജു? അനിലേ, ആരാ നോക്കേ? ആ വരുന്നു. ആരാ? ആരാ? ആ ചോദിച്ചത് കേട്ടില്ലേ? അതെ, അമ്മിണി. അമ്മണി, നീ ഇവിടെ എങ്ങനെ വന്നു? ഈ കാലം അത്രയും ഞാൻ നിങ്ങളെ വെറുത്തില്ല. പക്ഷേ ഇന്ന് 17 വർഷങ്ങൾക്ക് ശേഷം എന്നെ ഓർത്ത് തേടി വന്നത് ഇതിനായിരുന്നല്ലേ? മത്തായിയുടെ അവിടെ ഞാൻ അന്വേഷിച്ചു വന്നത് നിന്നെയായിരുന്നു. നീയായിരുന്നു അത്? അതെ. ശരീരം വിലയ്ക്ക് വാങ്ങാൻ വരുന്നവരെ 17 വർഷമായി ഞാൻ കണ്ടിട്ടുള്ളൂ. പറഞ്ഞ വില ഒക്കുമെങ്കിൽ ഏത് ശരീരം അവർ വാങ്ങും. സ്വന്തം മകൾക്ക് വില പറയാൻ വന്ന ഒരച്ഛനെ ഞാനിന്ന് കണ്ടു. അമ്മണി, നീ എന്തോ പറയുന്നേ? നമ്മുടെ മോളെ വിൽക്കാതിരിക്കാൻ ഞാൻ എന്നെ വിൽക്കായിരുന്നു. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എന്നോട് പിണങ്ങുമ്പോ അശ്വതി എപ്പോഴും പറയും, ഞാൻ പോകും, അച്ഛൻ വരും, എന്നെ കൊണ്ടുപോകും എന്നൊക്കെ. ഞാനും അത് വിശ്വസിച്ചു. വെറുതെ ദേശീയായി പോയെങ്കിലും ഞാനും ഒരു പെണ്ണല്ലേ, വെറുതെ ആശിച്ചു. എനിക്കിനി അവളെ കാണണ്ട, എനിക്കിനി അവളെ കാണണ്ട. അവൾ എന്നെ പോലെ ആകുന്നത് എനിക്ക് സഹിക്കില്ല. എല്ലാവരുടെ കടങ്ങളും അവളൊന്ന് വീട്ടു. ആ ജന്മം കൊണ്ട് ഇനി ഒരു പ്രയോജനമില്ല. ഒരു ഉപകാരം ചെയ്യാമോ? എനിക്കതിന് കഴിയില്ല. പോകുന്നതിന് മുൻപ് അവളെ കൊന്നുകളയൂ. ഞാൻ ഇന്ന് വരെ ഒന്നും ചോദിച്ചിട്ടില്ല. എന്റെ മകളെ രക്ഷിക്കൂ. ഏതായാലും ഇത്രയൊക്കെ ആയി. ഇവന്മാര് കാലുവാരിയ നമ്മളകത്താ. ശരിയാ, പക്ഷെ നമ്മൾ അങ്ങനെ കയ്യും വീശി അകത്തേക്ക് പോകാൻ പോകുന്നില്ല. പോകുന്നെങ്കിൽ യവന്മാരെ കൂടെ കുത്തി മലത്തേച്ചേ പോകും. ഡോർ ലോക്ക് ചെയ്തെന്ന് തോന്നുന്നു. മക്കളെ, നല്ലപോലെ വിശ്രമിക്ക്. നാളെ രാവിലെ പോലീസ് വരും. സുഖമായി നാട്ടിലെത്താം. ചതിയായി പോയല്ലോടാ.
മുതലാളി ആരും കാറിൽ വരുന്നു. ഒട്ടപ്പായി ഒട്ടോ, ഈ വീട്ടിലെ മെയിൻ ഓഫീ. മുതലാളി, ഒട്ടപ്പായി ഇപ്പൊ വിളി കൊണ്ട് രക്ഷപ്പെടണം. എവിടാ അശ്വതി? എവിടാ എന്റെ മോള്? അതാണ് അവൻ എന്റെ മോളാണ്. പറയണോ പട്ടികളെ? പറയുന്നത് കേക്ക്. എന്തിനാണ് നീയൊക്കെ എന്നോട് ചെയ്തത്? പറയണോ? അച്ചായ ഞങ്ങളെ ചതിച്ചു എന്ന് അവര് പറഞ്ഞപ്പോ കൊലക്കുറ്റത്തിന് ഞങ്ങൾ മാത്രം അപ്പ മരിച്ചു. ഇവിടെ ആരും മരിച്ചിട്ടില്ല, ഇത് ചതിയാണ്. എന്റെ മോളെവിടെ? കൊടൈക്കനാൽ വന്ന് ഒളിച്ചിരുന്നാൽ ആരും അറിയില്ലെന്ന് വിചാരിച്ചല്ലടാ. പണിക്കരെ, കണക്ക് പറഞ്ഞു തീർക്കാനുള്ള സമയമല്ലേ ഇത്? എനിക്ക് എന്റെ മോളെ രക്ഷിക്കണം. എവിടുന്ന് കിട്ടിയടാ പുതിയൊരു മോള്? പണിക്കരെ, ഞാൻ ഒറ്റ എണ്ണത്തിന് ഞാൻ ഇന്ന് ജീവനോടെ വിടില്ല. ചായ അച്ചായം പൊയ്ക്കോ, എവരുടെ കാര്യം ഞങ്ങൾ നോക്കിക്കോളാം. അടിച്ച് നിരത്തടാ എല്ലാത്തിനെയും. ஐயோ, கொண்டு போயிட்டாயா? போய் பிடிக்கியா?
മോളെ